ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദേശീയപാത 66 വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത് മൂന്നുവിടിക പെരിഞ്ഞനം ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന കൊറ്റംകുളത്തിന്റെ അവിടെയാണ്. കൊറ്റംകുളം കഴിഞ്ഞിട്ട് പിന്നീട് പുന്നക്ക ബസാറിന്റെ അവിടെ നിന്നാണ് മതിലകം ബൈപ്പാസ് തുടങ്ങുന്നത്. പുന്നക്ക ബസാറിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നീട് അവസാനിക്കുന്നത് 5-ാം പരുത്തിയിലാണ്. 4.78 കിലോമീറ്ററാണ് മതിലകം ബൈപ്പാസ് വരുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ ഏക വയഡക്റ്റും വന്നിരിക്കുന്നത് മതിലകം ബൈപ്പാസിലാണ്. 1.2 കിലോമീറ്ററാണ് ഇതിന്റെ നീളം. മലപ്പുറം ജില്ലയിലെ കൂരിയാട് ഭാഗത്ത് അണ്ടർപാസിനോട് ചേർന്നുള്ള സ്ഥലത്ത് മണ്ണിടിച്ചിൽ സംഭവിച്ചതിന് ശേഷം ഏക ചർച്ചയായ ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് മതിലകം ബൈപ്പാസിൽ വയഡക്റ്റ് നിർമ്മിച്ചതെന്നുള്ളത്. മതിലകം ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്തൊരു അണ്ടർപാസ് വന്നിട്ടുണ്ട്. പുന്നക്ക ബസാറിൽ അണ്ടർപാസിനനുബന്ധിച്ചിട്ട് രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആറിപ്പാലിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് ഡ്രൈനേജിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. സർവീസ് റോഡിന്റെ പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, കേരളത്തിൽ ദേശീയപാത 66 വികസനത്തിൽ ഏറ്റവും കൂടുതൽ ബൈപ്പാസ് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലുമാണ്. പരമാവധി ടൗണുകൾ ഒഴിവാക്കിയിട്ടാണ് ബൈപ്പാസിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ചതുപ്പ് നിലങ്ങളും അതുപോലെ തന്നെ കണ്ടൽ കാടുകൾ കൂടിയുമാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത്. അതുകൊണ്ട് മണ്ണിന്റെ ക്ഷാമം വളരെയധികം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നല്ല വേഗതയിലാണ് മതിലകം ബൈപ്പാസിന്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പുന്നക്ക ബസാറിൽ വന്ന അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലം മുതൽ പിന്നീട് CTSBന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞുള്ള കുറച്ച് ഭാഗങ്ങളിൽ 6 വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ്ങും സെൻട്രലിൽ ക്രാഷ് ബാരിയർ നിർമ്മാണം നടന്നിരിക്കുന്നു. ഇവിടെ കൊണ്ട് നിങ്ങൾ സർവീസ് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ടുയർത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ ഡ്രൈനേജിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗത്തായിട്ടാണ് CTSBന്റെ വർക്ക് നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പുന്നക്ക ബസാറിന്റെ അവിടെ രണ്ട് സൈഡിലുമായിട്ട് എൻട്രിയും എക്സിറ്റും ഉണ്ട്. 6 വരിപ്പാതയിൽ നിന്ന് എക്സിറ്റ് എടുക്കാനും അതുപോലെ തന്നെ സർവീസ് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് 6 വരിപ്പാതയിലേക്ക് കയറാനുള്ള സൗകര്യവുമുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോൾ നമ്മൾ പുന്നക്ക ബസാറിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡിൽ കൂടെ വരട്ടെ. അപ്പോൾ മൂന്നുപിടിക ഭാഗത്തുനിന്ന് സർവീസ് റോഡിൽ കൂടെ വരുന്ന ആളുകൾക്ക് 6 വരിപ്പാതയിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ എൻട്രി ഉണ്ട്. അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരിയറിന്റെ സ്റ്റീൽ ബൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സർവീസ് റോഡിന് വേണ്ടി മണ്ണിട്ടുയർത്തിയും വരുന്നുണ്ട്. അപ്പോൾ ഈ വർക്ക് നടന്നിരിക്കുന്നത് എവിടെ വെച്ച് കഴിഞ്ഞാൽ പുന്നക്ക ബസാറിന്റെ അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് കഴിഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ വർക്ക് നടന്നിരിക്കുന്നത്. പിന്നീട് ഇത് കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസ് കൂടി വരുന്നുണ്ട് ചക്കരപ്പാടം ഭാഗത്ത്. അപ്പം അതുവരെയുള്ള നിരപ്പായ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത്. അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ പുന്നക്ക ബസാർ അണ്ടർപാസിന്റെ അവിടുന്ന് ചക്കരപ്പാടം അണ്ടർപാസ് വരെ രണ്ട് ഭാഗത്തും പൂർണ്ണമായിട്ട് സർവീസ് റോഡുണ്ട്. ഇവിടെയൊക്കെ വർക്കുകൾ വളരെയധികം വേഗതയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെയൊക്കെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളിലൊക്കെ ആദ്യഘട്ട മണ്ണക്കെട്ട് ഉയർത്തിയിരിക്കുന്നു. രണ്ട് ഭാഗത്തുമുള്ള പാനലിൻ്റെ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട്. പലരും പുതിയ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ഫോളോവേഴ്സും ചോദിച്ചൊരു കാര്യമാണ് ഈ തൃശ്ശൂർ ഭാഗത്തുള്ള അണ്ടർപാസ് എന്താണ് ഫ്ലൈ ഓവറിൻ്റെ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത്. ശരി തന്നെയാണ്. മലപ്പുറം റീച്ചിലും അതുപോലെ തന്നെ തൃശ്ശൂർ റീച്ചും താരതമ്യം ചെയ്യുന്ന സമയത്ത് അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിൽ വളരെയധികം വ്യത്യാസമുണ്ട്. മലപ്പുറം റീച്ചിൽ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാള്, അതിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് അല്ലെങ്കിൽ ഗേർഡറാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ രണ്ട് ഭാഗത്തും പീർ ക്യാപ്പും വന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടാണ് അണ്ടർപാസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ചക്കരപ്പാടം അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് പള്ളിവളവാട്ടോ. വെള്ളാങ്കല്ലിൽ നിന്നും ഇരിങ്ങാലക്കുട അതുപോലെ തന്നെ ചാലക്കുടി ഭാഗത്തേക്ക് പോകുന്ന റോഡുണ്ട്. ആ റോഡിന് കുറുകെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത്. അണ്ടർപാസിനനുബന്ധിച്ചിട്ട് രണ്ട് ഭാഗത്തും ഇവിടെയും സർവീസ് റോഡുണ്ട്. അപ്പം മെയിൻ റോഡിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോയാൽ മതി കേട്ടോ. ഈ പള്ളിവളവ് ഭാഗത്ത് വന്ന അണ്ടർപാസിൻ്റെ അവിടേക്ക് രണ്ട് ഭാഗത്തുമുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. അതുപോലെ തന്നെ അണ്ടർപാസിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതിനേക്കാളും വേഗതയിലാണ് നമ്മുടെ ചക്കരപ്പാട് അണ്ടർപാസിൻ്റെ പണികൾ നടന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പുന്നക്ക ബസാറിൻ്റെ അവിടുന്ന് മതിലകം ഭാഗത്ത് വന്ന സമയത്തേക്കും ഏകദേശം ഇപ്പം 3 അണ്ടർപാസുകൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഒരു ചെറിയ പാലമാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പള്ളിവളവ് അണ്ടർപാസിൻ്റെ അവിടുന്ന് രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട്. ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയാണ്. പക്ഷേ ചക്കരപ്പാടം കഴിഞ്ഞ് പിന്നീട് പള്ളിവളവ് അണ്ടർപാസ് കഴിഞ്ഞിട്ട് വീണ്ടും മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ പാലം വരെ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് ഭാഗത്തുമുള്ള പാനലിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. മതിലകം ബൈപ്പാസിന്റെ നിർമ്മാണത്തിൽ ശിവാലയ കൺസ്ട്രക്ഷന് ഏറ്റവും ടഫസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശമായിരുന്നു. കാരണം പല സ്ഥലത്തും പണികൾ തുടങ്ങിയതിന് ശേഷമാണ് ഈ ഭാഗത്ത് പണികൾ ആരംഭിച്ചത്. കാരണം ഇവിടെ കണ്ടൽക്കാടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വളരെയധികം ചളിപ്രദേശമായിരുന്നു. ഇവിടെയൊക്കെ ബോർ പൈലിംഗ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ആ മണ്ണൊക്കെ ഇങ്ങനെ പുറത്ത് വരുമ്പോഴും ഒരു വൃത്തികെട്ട മണമായിരുന്നു. എന്തായാലും പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഞാനൊക്കെ അവിടെ വന്ന് നിന്ന സമയത്ത് കണ്ടല്ലോ മൂക്ക് പൊത്തിയിട്ടാണ് വീട് എടുത്തിട്ടുള്ളത്. ഉള്ള കാര്യം തന്നെ പറയണേ ഞാൻ. ഇവിടെ എന്തായാലും പാലം കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് ഭാഗം മണ്ണിട്ട് ഉയർത്താനുണ്ട്. ആ ഭാഗം ഒഴിച്ചിട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു. സെൻറ്ററിൽ ഡിവൈഡറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്തുണ്ടല്ലോ ഈ പാലത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ അവിടെ സോയിൽ സബ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പം ഏകദേശം ടാറിങ്ങിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്.
ഇപ്പം ഞാൻ മൊത്തത്തിൽ തൃശ്ശൂർ റീച്ചിൽ ബൈപ്പാസുകളുടെ ഒരു കാര്യം പറയാനായിട്ടുണ്ടല്ലോ, ബാക്കി നിരപ്പായ സ്ഥലങ്ങളിലെല്ലാം ഇവർ ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അണ്ടർപാസ്, ഫ്ലൈ ഓവർ അതിനോടനുബന്ധിച്ചിട്ട് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് മാത്രമേ ഇനി നടക്കാനുള്ളൂ. ഇതാണ് എസ് എൻ പുരം കേട്ടോ. ഈ എസ് എൻ പുരം ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാലുണ്ട് പൂവത്തുംകടവ് റോഡ് കേട്ടോ. ആ റോഡിന് കുറുകെയാണ് വയഡക്റ്റിൻ്റെ നിർമ്മാണം നടന്നത്. പക്ഷേ ഈ വയഡക്റ്റ് എത്തുന്നതിന് മുൻപായിട്ട് പള്ളിവളവിൻ്റെ ഇടയിലായിട്ട് ഒരു പുതിയ ചെറിയ അണ്ടർപാസിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റോഡ് വഴിയൊക്കെ നമുക്ക് നേരെ ഇരിങ്ങാലക്കുട തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതാണ് വയഡക്റ്റിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുൻപ് നമുക്ക് പുതിയതായിട്ട് വന്ന ഒരു ചെറിയ അണ്ടർപാസ് ഉണ്ട് കേട്ടോ. പഴയ അലൈൻമെൻറ്റിൽ ഇതില്ല. ഒരു ചെറിയ അണ്ടർപാസിൻ്റെ നിർമ്മാണം ഇവിടെ പൂർത്തീകരിച്ചിട്ടുമുണ്ട്. അതിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനം വെച്ചാൽ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ നല്ല വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അണ്ടർപാസ് വന്നിരിക്കുന്നത് മതിൽമൂല എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. അപ്പോൾ പള്ളിവളവ് കഴിഞ്ഞിട്ട് മതിൽമൂല ചെറിയൊരു അണ്ടർപാസ്, അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വയഡക്റ്റ് വരുന്നത്. അപ്പോൾ ഈ മതിൽമൂല അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് പിന്നീട് പൂർണ്ണമായിട്ടാണ് മണ്ണിട്ടുയർത്തിയാണ് പോകുന്നത് വയഡക്റ്റ് തുടങ്ങുന്നത് വരെ. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് ഫ്രിക്ഷൻ സ്ലാബിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബ് വെക്കൂട്ടോ. ഫൗണ്ടേഷൻ വർക്കിൻ്റെ പണി പൂർത്തിയായതിൻ്റെ മുകൾ ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ തൃശ്ശൂർ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, എല്ലാ സ്ഥലത്തും ആറി പാനലാണ് ഉപയോഗിക്കുന്നത്. ഈ ആറി പാനൽ സെറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെൽറ്റ് ഉണ്ട്, ജിയോ സ്ട്രാപ്പ് എന്ന് പറയുക. ആ ജിയോ സ്ട്രാപ്പ് മണ്ണിലേക്ക് അടിച്ച് താഴ്ത്തിയിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ആക്കിയിട്ടാണ് ഇത് പിടിച്ചു നിർത്തുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ ജിയോ കോമ്പോസിറ്റ് എന്ന് പറയുന്ന ഷീറ്റൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറയ്ക്കുക ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് പുറത്തേക്ക് തള്ളിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉൾഭാഗത്ത് ജിയോ കോമ്പോസിറ്റ് ഷീറ്റ് വിരിക്കുന്നത്. അപ്പോൾ മതിൽമൂല അണ്ടർപാസിൻ്റെ അവിടുന്ന് പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ട് നേരെ നമ്മളെ മതിലകം ബൈപ്പാസിലെ വയഡക്റ്റിൻ്റെ അവിടം വരെ പോകുന്നുണ്ട്. ഞാനിപ്പോൾ തൃശ്ശൂർ റീച്ചിൽ കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിട്ടുയർത്താൻ വേണ്ടിയിട്ട് പല സ്ഥലത്തും നമ്മൾ കണ്ടിരിക്കുന്നത് ചെമ്മണ്ണാണ്. പക്ഷേ ഇവിടെ മണൽ കൊണ്ട് തട്ടിയിട്ടാണ് മണ്ണിട്ടുയർത്തണം. നോക്കിയാൽ നിങ്ങൾ അതിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ വയഡക്റ്റ്, മതിലകം ബൈപ്പാസിലെ വയഡക്റ്റും അതുപോലെ തന്നെ തൃശ്ശൂർ റീച്ചിലെ ഏക വയഡക്റ്റും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ മലപ്പുറം ജില്ലയിൽ കൂരിയാട് ഭാഗത്ത് മണ്ണിടിച്ചിൽ സംഭവിച്ച സമയത്താണ് ഇതുപോലെയുള്ള വയഡക്റ്റ് കൂടുതൽ ചർച്ചയായിരിക്കുന്നത്. ഇനി എന്താണ് വയഡക്റ്റ് എന്ന് പറഞ്ഞാൽ, ഈ വയഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാലം തന്നെയാണ്. പക്ഷേ അത് നിർമ്മിക്കുന്നത് ചതുപ്പ് നിലങ്ങളിലും അതുപോലെ തന്നെ സമതലമല്ലാത്ത പ്രദേശങ്ങളിലുമാണ് ഇതുപോലെയുള്ള വയഡക്റ്റ് നിർമ്മിക്കുന്നത്. ഇപ്പം എന്തായാലും കൂരിയാട് ഭാഗത്ത് ഒരു ചെറിയ വയഡക്റ്റ് നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെന്തായാലും നല്ല കാര്യം തന്നെ. പക്ഷേ ഇത് ആദ്യം തന്നെ അവർക്ക് ചെയ്താൽ മതിയായിരുന്നു. മതിലകം ബൈപ്പാസിൽ വന്ന വയഡക്റ്റ് 1.2 കിലോമീറ്റർ ആണ്. അതിൻ്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. സെൻട്രലിലെ ഡിവൈഡറിൻ്റെ കാസ്റ്റിംഗ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിൽ കണ്ട വയഡക്റ്റ് മാതിരിയല്ല ഈ വയഡക്റ്റ്. ഈ വയഡക്റ്റ് കുറച്ച് ഹൈറ്റ് കുറവാണ്. മലപ്പുറം ജില്ലയിലെ വയഡക്റ്റ് നല്ല ഉയരം വരുന്നുണ്ട്. ഏകദേശം 32 മീറ്ററോളം ഒരു ഭാഗത്ത് ഉയരം വരുന്നുണ്ട്. പിന്നീട് അതിങ്ങനെ കുറഞ്ഞു വരും. മതിലകം ബൈപ്പാസിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് വയഡക്റ്റും മറുഭാഗത്ത് പഴയൊരു പാലമാണത്, പൂവത്തുംകടവിൻ്റെ പാലമാണ് ആ കാണുന്നത് കേട്ടോ. അപ്പോൾ രണ്ടും കൂടിയും ഒരേ ഫ്രെയിമിലാണ് നമ്മളിത് കാണുന്നത്. ഇതുവരെ ആയിട്ടും ഞാൻ ഇങ്ങനത്തെ ഒരു ഫ്രെയിം എടുത്തിട്ടില്ല. എന്നാലും തൃശ്ശൂർ റീച്ചിലെ ബൈപ്പാസുകളൊക്കെ ഉണ്ടല്ലോ, ഒരു 1.5 ബൈപ്പാസ് ആട്ടോ. നല്ല അടിപൊളി കാഴ്ചകൾ സമ്മാനിച്ചിട്ടാണ് തൃശ്ശൂർ റീച്ചിലെ ബൈപ്പാസ് കടന്നു പോകുന്നത്. കാരണം തെങ്ങുംതോപ്പിൻ്റെ ഇടയിൽ കൂടിയും അതുപോലെ തന്നെ കണ്ടൽക്കാടുകളുടെ ഇടയിൽ കൂടിയൊക്കെയാണ് ഈ ബൈപ്പാസ് മുന്നോട്ട് പോകുന്നത്. ഈ ഭാഗവും ഇതേമാതിരി വളരെയധികം ചളിയുള്ള സ്ഥലമായിരുന്നു, ചതുപ്പ് നിലവും കൂടിയായിരുന്നു. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഈ വയഡക്റ്റിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം മനസ്സിലായില്ലേ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് വയഡക്റ്റിൻ്റെ നിർമ്മാണം വരേണ്ടതെന്നുള്ളത്. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ഹൈറ്റിൽ ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നത്. കാരണം ഈ 2 പാലം കൂടിയും ഒരുമിച്ച് ഒരേ ഫ്രെയിമിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതെടുത്ത് കണ്ടപ്പോഴാണ് ഇതിൻ്റെ മനോഹാരിത എനിക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഈ വയഡക്റ്റിൻ്റെ അടിഭാഗത്ത് കൂടിയും ഒരു റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. എസ് എൻ പുരം ജംഗ്ഷനിൽ നിന്ന് വരുന്ന റോഡാണ് ഇതിൻ്റെ അടിഭാഗത്തൂടെ കടന്നു പോകുന്നത്. ഇത് പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കോണത്തുംകുന്ന് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമ്മളെ പൂവത്തുംകടവ് പാലും. സത്യം പറയുന്നത് തന്നെ എല്ലാവരും ഈ ഏരിയൽ ഷോട്ട് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കാരണം അത്രയും മനോഹരമാണ് ഓരോ ഭാഗങ്ങളും മുകൾ ഭാഗത്തു നിന്ന് കാണുമ്പോൾ കേട്ടോ. 1.2 കിലോമീറ്റർ വരുന്ന വയഡക്റ്റ് വന്ന് അവസാനിക്കുന്നത് അഞ്ചാമ്പരുത്തിയിലാണ്. അഞ്ചാമ്പരുത്തിയിൽ റോഡിൻ്റെ അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതിലകം ഭാഗത്ത് വരുന്ന വാഹനങ്ങൾക്ക് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ വയഡക്റ്റിൻ്റെ അടിഭാഗത്തൂടെ കടന്നിട്ട് വേണം സർവീസ് റോഡിലേക്ക് എത്താൻ. മറുഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നിലവിലുള്ള സർവീസ് റോഡിൽ കൂടെ തന്നെ വന്നിട്ട് നമുക്ക് മതിലകം ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്നതുമാണ്. ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഒരു ചെറിയൊരു പ്രശ്നമാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മതിലകം ഭാഗത്ത് നിന്ന് വരികയെന്ന് വെച്ചോ, ഈ മതിലകം ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പള്ളിനട ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ദൂരത്തിൽ തന്നെ നമ്മൾ സർവീസ് റോഡിൽ കൂടെ യാത്ര ചെയ്യേണ്ടി വരും. എങ്ങനെയെന്ന് മനസ്സിലായി നിങ്ങൾക്ക്?
അപ്പോൾ 5-ാം പരുത്തി കഴിഞ്ഞിട്ടാണ് പള്ളിനട വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് പൊരി ബസാർ. അപ്പോൾ ഈ 5-ാം പരുത്തിൻ്റെ അവിടുന്ന് പൊരി ബസാർ വരെ നിങ്ങൾ സർവീസ് റോഡിലൂടെ പോവുക. എന്നിട്ട് അവിടെ വന്ന് അണ്ടർപാസിൻ്റെ അടിഭാഗത്തോടെ കടന്നിട്ടാണ് മറുഭാഗം വന്നിട്ട് പിന്നെ തിരിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരണം പള്ളിനടയിലേക്ക് എത്തണമെങ്കിൽ. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യം. അപ്പം പള്ളിനട വന്ന് അവസാനിക്കുന്ന വയഡക്റ്റിനോട് അനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. അപ്രോച്ച് റോഡ് കഴിഞ്ഞിട്ട് പിന്നീട് ടാറിങ്ങിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിരിക്കുന്നു. 2 ഭാഗത്തും ക്രാഷ് ബാരലും സെൻട്രൽ ഡിവൈഡറും വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മതിലകം ബൈപ്പാസിൽ വന്ന മാറ്റങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ മറ്റവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.